ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ 72,005 സ്ഥാനാർത്ഥികൾ. UDF പ്രകടന പത്രിക പുറത്തിറക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന മേഖലയിൽ സുരക്ഷാ മുൻകരുതൽ, നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. വാർത്തകൾ വിശദമായി. സത്യമേവ ജയതേ എന്ന ആദർശത്തിലൂന്നിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ചടങ്ങാണ് ഇത്. ലോകം മുഴുവനും സമാധാനവും ശാന്തിയും പുലരാനുള്ള സന്ദേശമാണ് ധ്വജാരോഹണം നൽകുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു. നേരത്തെ ശേഷാവതാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാം ദർബാർ ഗർബാഘട്ടിൽ പ്രത്യേക പൂജയിലും പങ്കെടുത്തു. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ ഗുരു തേജ് ബഹാദൂറിന്റെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണ പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം പങ്കെടുക്കും. ഗുരുവിന്റെ അനുസ്മരണാർത്ഥം പ്രത്യേക നാണയവും സ്മാരക സ്റ്റാമ്പും അദ്ദേഹം പുറത്തിറക്കും. വൈകുന്നേരം തീർത്ഥാടന കേന്ദ്രമായ ബ്രഹ്മസരോവറിൽ ശ്രീ നരേന്ദ്രമോദി ദർശനം നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ സംസ്ഥാനത്തെ 23,562 വാർഡുകളിലായി ഇത്തവണ 72,005 സ്ഥാനാർത്ഥികൾ. ഇതിൽ 37,786 സ്ത്രീകളും 34,218 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിച്ചു. കണ്ണൂരിലെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 14 LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 75,013 പേരാണ് മത്സരിച്ചത്. കൊല്ലം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ഡ്യൂട്ടി ഉള്ളവർക്കുള്ള പരിശീലനം വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. 1ാം ഘട്ട ക്രമീകരണത്തിൽ ഉത്തരവ് ലഭിച്ചിട്ടുള്ള എല്ലാ ജീവനക്കാരും ഡ്യൂട്ടി ഒഴിവാക്കുന്നതിനായി അപേക്ഷ നൽകിയിട്ടുള്ളവരും അതത് കേന്ദ്രങ്ങളിൽ ഈ മാസം 28 വരെ നടക്കുന്ന പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കളക്ടർ N. ദേവിദാസ് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ LDF, UDF, NDA മുന്നണികൾ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമായത്. 4,766 പേരാണ് മത്സരരംഗത്തുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ നിന്നായി 348 പേരാണ് മത്സരിക്കുന്നത്. ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ നിന്നായി 375 പേർ ജനവിധി തേടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ ചിത്രം വ്യക്തമായപ്പോൾ 110 പേരും ബ്ലോക്ക് പഞ്ചായത്തിൽ 543 പേരും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 3,738 പേരുമാണ് മത്സരരംഗത്തുള്ളത്. 2,223 പുരുഷന്മാരും 2,543 വനിതകളുമാണ് മാറ്റുരയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട്, ആശാപ്രവർത്തകർക്ക് ഓണറേറിയത്തിന് പുറമെ അലവൻസ് തുടങ്ങിയവ പ്രകടന പത്രികയിൽ പരാമർശിക്കുന്നു. കൊച്ചിയിൽ UDF നേതാക്കളാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതേസമയം LDFും പ്രകടന പത്രിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76,37,216 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 27.42%. അതേസമയം എന്യൂമറേഷൻ ഫോമുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് ജില്ലകളിൽ ബൂത്തുതല വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഫോമുകൾ സമർപ്പിക്കാൻ BLOമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം ഈ ക്യാമ്പുകളിൽ ലഭിക്കും. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനും 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും ക്യാമ്പുകളുടെ സേവനം ഉപയോഗപ്പെടുത്താം. മലപ്പുറം ജില്ലയിൽ പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറിയതിന് BLOയെ നീക്കി. തവനൂർ മണ്ഡലം 38ാം നമ്പർ ആനപ്പടി വെസ്റ്റ് LP സ്കൂൾ ബൂത്തിലെ BLOയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
വിഷയത്തിൽ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന് രാവിലെ 11-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 4 തൊഴിൽ നിയമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അസോസിയേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. ഈ തീരുമാനം ഒരു നാഴികക്കല്ലാണെന്ന് സംഘടനാ പ്രസിഡന്റ് SK ശർമ്മ വിശേഷിപ്പിച്ചു. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി എയർ ഇന്ത്യ ഉൾപ്പെടെ നിരവധി ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാന സർവീസുകളിലെ മാറ്റങ്ങളെക്കുറിച്ച് യാത്രക്കാരെ കൃത്യമായി അറിയിക്കുന്നുണ്ടെന്നും എല്ലാ സഹായവും ഉറപ്പാക്കുന്നതായും എയർ ഇന്ത്യ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ശബരിമല തീർത്ഥാടന വിഷയങ്ങൾ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ആരംഭിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാർ ചുമതലയേറ്റ ശേഷമുള്ള 2ാമത്തെ യോഗമാണിത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം, സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം തുടങ്ങിയവ യോഗം ചർച്ച ചെയ്തേക്കും. അതേസമയം ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് ഇന്ന് 5000 ആയി നിജപ്പെടുത്തി. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി 70,000 ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് ഉയരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 139.8 അടിയാണ് ജലനിരപ്പ്. സെക്കൻഡിൽ 3740 ഘന അടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 138 അടി പിന്നിട്ടതോടെ തമിഴ്നാട് 2ാം ജാഗ്രതാ നിർദ്ദേശം നൽകി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. ആഗോളതലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ നയരൂപീകരണമാണ് ദിനാചരണ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യവുമായി 2008-ലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. സ്ത്രീകൾക്ക് അതിവേഗ സഹായം ഉറപ്പാക്കുന്നതിന് ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തേകും. 1440 എന്ന ടോൾ ഫ്രീ നമ്പർ ഇനി മുതൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശു വികസന വകുപ്പും സഖി വൺ സ്റ്റോപ്പ് സെന്ററും കൊച്ചിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാമത് ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് ഏകതാ പദയാത്ര സംഘടിപ്പിച്ചു. നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാര പരിസരത്ത് പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് ASP അച്യുത് അശോക് നിർവഹിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും NSS വളണ്ടിയർമാരും പങ്കെടുത്തു. പദയാത്രയുടെ സമാപന യോഗം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന ഭരണഘടനാ ക്വിസ് മത്സരം നാളെ രാവിലെ നടക്കും. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 119 പോയിന്റ് താഴ്ന്ന് 84,781-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 23 പോയിന്റ് ഇടിഞ്ഞ് 25,935-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില പവന് 1,400 രൂപ വർദ്ധിച്ച് 93,160-ലെത്തി. ഗ്രാമിന് 11,645 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ 72,005 സ്ഥാനാർത്ഥികൾ. UDF പ്രകടന പത്രിക പുറത്തിറക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന മേഖലയിൽ സുരക്ഷാ മുൻകരുതൽ. നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.